2024 ഏപ്രിൽ 17 ഈ സ്ഥലം നമ്മളായി മറക്കാൻ സാധ്യതയില്ല. തലസ്ഥാനത്തിന്റെ മുൻ മേയർ ആര്യ രാജേന്ദ്രൻ കാരണം ജീവിതം വഴിമുട്ടിയ ഒരു KSRTC ഡെയിലി വേജസ് ജീവനക്കാരൻ യദു കൃഷ്ണ അന്ന് രാത്രി എന്താണ് സംഭവിച്ചത്? എന്നെ തന്തയ്ക്ക് വിളിക്കുകയും കൈമുറുക്കി ഇടിക്കുകയും ഒരു കോർപ്പറേഷൻ 30 വർഷമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊണ്ടുപോയിട്ടുണ്ട്. ആ കോർപ്പറേഷൻ ഈ മേയർ കാരണം കുറേ പോയിട്ടുണ്ടായിരുന്നു. അധികാര ദുർവിനിയോഗം തന്നെയാണ്. ഇപ്പോൾ ക്രിസ്മസിന് കൊച്ചിനൊരു കേക്ക് പോലും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ മേയറായാലും അവർക്ക് സുഖ സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ചേട്ടൻ മദ്യപിക്കാറുണ്ടോ? ഞാൻ അങ്ങനെ മദ്യപിക്കാറൊന്നുമില്ല. പൊതുവേ മദ്യപിക്കാറില്ല എന്നാണ് പറഞ്ഞ് എന്നെ മദ്യപാനിയായിട്ട് മാറ്റി. ഇതൊക്കെ ചെക്ക് ചെയ്തല്ലോ, അവരെല്ലാം ചെക്ക് ചെയ്തു. ആദ്യം മെഡിക്കൽ എടുക്കാൻ കൊണ്ടുപോയി ഊതി പരിശോധന നടത്തിയപ്പോൾ അതിലൊന്ന് നെഗറ്റീവ് കാണിച്ചുകൊണ്ട് അവർ നേരെ ബ്ലഡ് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് അതിൽ നെഗറ്റീവ് കാണിച്ചു. പക്ഷേ അന്നേ ദിവസം ഈ വഴക്ക് കൂടി എൻ്റെ അടുത്ത് 2 പയ്യന്മാരുണ്ടായിരുന്നു. അവർ സംസാരിച്ചപ്പോൾ നല്ല രീതിയിൽ മദ്യത്തിൻ്റെ നാറ്റം ഉണ്ടായിരുന്നു. ഞാൻ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അവർ ഇതിൻ്റെ മെഡിക്കൽ എടുക്കാൻ സമ്മതിച്ചില്ല. അവർ മേയറാണെന്ന് പിന്നീട് പറഞ്ഞപ്പോഴാണ് എനിക്കറിയാമെന്നുള്ളത്. നമ്മളറിയുന്നില്ലല്ലോ മേയറാണെന്നുള്ളത്. ലൈംഗിക ചൊവ്വയുള്ള ആംഗ്യങ്ങൾ നിങ്ങൾ കാണിച്ചുവെന്ന് മുൻ മേയറും അവരുടെ കുടുംബാംഗങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി എന്താണ്? അത് ലൈംഗിക ചൊവ്വയുള്ള ആംഗ്യം കാണിച്ചെന്ന് അവർ പറയുന്നുള്ള അറിവേ ഉള്ളൂ. അവർ പറഞ്ഞപ്പോഴും ഞാൻ ചോദിക്കുകയാണ് എന്ത് ആംഗ്യമാണ് കാണിച്ചിട്ടുള്ളത്. അപ്പം എനിക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് ചോദിക്കുന്നത്. അങ്ങനെ ഒരു ആംഗ്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് പറയണതിന് എനിക്കൊരു മടിയില്ല. ഞാൻ ചെയ്തിട്ടുള്ളത് ഞാൻ പറയും. ലൈംഗിക ചൊവ്വയുള്ള ആംഗ്യം കാണിച്ചെന്ന് ഇവർ പറയുന്നുണ്ട്. പക്ഷേ അതിനുള്ള തെളിവുമില്ല. ഈ മേയർ പറയുന്നതാണ്. ആദ്യം എൻ്റെ അടുത്ത് വണ്ടി ക്രോസിന് കൊണ്ടിട്ടിട്ട് ചോദിച്ചതെന്ന് വെച്ചാൽ റാഷ് ഡ്രൈവിങ്, വണ്ടി തട്ടാൻ വന്നു എന്നാണ് ചോദിച്ചത്. ലൈംഗിക ചൊവ്വ എന്ന് പറയുന്ന വാക്ക് പിന്നീടാണ് വന്നത്. തർക്കം കൂടിയപ്പോഴാണ് പിന്നെ അങ്ങനെ ഒരു വാക്ക് പറയുകയും ഞാൻ അന്തം വിട്ട് ചോദിക്കുകയും ചെയ്തു എന്താണ് ആംഗ്യം ഞാൻ കാണിച്ചതെന്നുള്ളത്. അങ്ങനെ ചൊവ്വയുള്ള ആംഗ്യം കാണിക്കുന്നതിന് സ്പെഷ്യലായിട്ട് അവർക്കറിയായിരിക്കും എന്താണ് ആംഗ്യം എന്നുള്ളത്. അവരൊക്കെ അറിയായിരിക്കും, അല്ലാതെ എനിക്കറിയത്തില്ല. മുൻ മേയറുടെയും MLAയുടെയും അധികാരത്തിൻ്റെ ദുരുപയോഗം കാരണം ജോലി നഷ്ടപ്പെട്ടു അങ്ങേക്ക്. അപ്പോൾ പുതിയ ജോലിയെ പറ്റി എന്തെങ്കിലും സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്? മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ പുതിയ ജോലിയുമായി എത്തിയിട്ടുണ്ടോ? ജീവിതം മുന്നോട്ട് എങ്ങനെ പോകുന്നു? സാമ്പത്തികപരമായ ഇടപെടലുകൾ, അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് പറയൂ. അത് വിശദമായിട്ട് പറയാം. ഇപ്പോൾ ഇതിൻ്റെ പേര് കോർപ്പറേഷൻ 30 വർഷമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊണ്ടുപോയിക്കൊണ്ടിരുന്നതാണ്. ആ കോർപ്പറേഷൻ ഈ മേയർ കാരണം കുറേ പോയിട്ടുണ്ടായിരുന്നു. 50 സീറ്റോളം BJP പിടിക്കുകയുണ്ടായി. അപ്പോൾ അതിന് ഈ മേയർ ഈ സ്വഭാവവും കാര്യങ്ങളും കൊണ്ട് കുറേയൊക്കെ സീറ്റ് നഷ്ടപ്പെട്ട് അത് എന്നെ ബാധിക്കുന്ന കേസല്ല. അത് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഈ സീറ്റ് പോയത് പിന്നെ ഏകദേശം ഒരു കാരണം ഇതും കൂടെ ആണെന്നാണ് ഞാൻ അറിയുന്നത്. പക്ഷേ അതാവാൻ സാധ്യതയില്ല. എന്താണെന്ന് വെച്ചാൽ ആ ജോലി പോയതും കാര്യങ്ങളും ഒക്കെ എന്നെ ബാധിക്കുന്ന കേസാണ്. അത് പാർട്ടിയുമായിട്ട് യാതൊരു ബന്ധമില്ല. പിന്നെ BJP വാഗ്ദാനം എന്ന് പറഞ്ഞ് ജോലി വാഗ്ദാനം എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും ജോലി വാഗ്ദാനമായിട്ട് വന്നിട്ടുണ്ട്. ഇടയ്ക്ക് BJP മാത്രമല്ലല്ലോ, അത് BJPയിലെ ആളുകളെ എന്നെ വിളിച്ചിട്ടില്ല. ഓരോ ചാനലിൽ ഓരോരുത്തർ പറയുന്ന കേട്ടുള്ള അറിവേ എനിക്കുള്ളൂ. BJPയിൽ ഒഫീഷ്യലായിട്ടോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ വന്ന് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് ഇവിടെ നിന്നത് BJPയുടെ ഗോപൻ ചേട്ടൻ എന്ന് പറയുന്നതാണ്. ആ ചേട്ടൻ എന്നെ വരെ ജോലി രഹസ്യമൊന്നും പറഞ്ഞിട്ടുമില്ല, അങ്ങനെ ഒരു ഓഫർ തന്നിട്ടുമില്ല. പിന്നെ അതുമല്ലാതെ എന്നെ ആദ്യം ജോലി ഓഫർ തന്നത് റോബിൻ എന്ന് പറയുന്ന ആളാണ്. റോബിൻ ബസ്സിൻ്റെ ഉടമസ്ഥതയുള്ള റോബിൻ എന്ന് പറയും. അതും എൻ്റെ അടുത്ത് പറഞ്ഞ KSRTC പറഞ്ഞു വിട്ടതിന് ശേഷം വന്നാൽ മതിയെന്ന് പറഞ്ഞു. പക്ഷേ അത് എന്നെ പറഞ്ഞു വിട്ടിട്ടുമില്ല. ഡിപ്പോയിൽ ഞാൻ ഇന്ന് പോയി തിരക്കുകയാണ്. പറഞ്ഞു വിട്ടിട്ടില്ല. കേസ് പരമായിട്ട് കേസിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ട് കേസിൽ കുറ്റക്കാരനല്ല എന്ന് തെളിഞ്ഞാൽ മാത്രമേ ജോലിക്ക് കയറാൻ പറ്റുള്ളൂ. അതുവരെ പുറത്താണ്. എന്നെ കയറ്റിയിട്ടുമില്ല, ഇറക്കിയിട്ടുമില്ല. അങ്ങനെ നിർത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവറ്റ് ബസ്സിൽ ലീവ് ഓടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തത്. എന്ന് വെച്ചാൽ KSRTCയിൽ ഉള്ളതുകൊണ്ട് എനിക്ക് സ്ഥിരമായിട്ട് പോകാൻ പറ്റില്ല. ഒന്നാമത് അച്ഛനും അമ്മയ്ക്കൊക്കെ അസുഖങ്ങളൊക്കെ ഉള്ളതാണ്, പ്രായമായ ആൾക്കാരാണ്. പിന്നെ ഒരു മോനുണ്ട്. അപ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്കേ പോകാൻ പറ്റുള്ളൂ. ഇവരെയൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം കേസ് കാര്യമായിട്ട് ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കേ പോകാൻ പറ്റുള്ളൂ. പിന്നെ മോനും ഞാനും മാത്രമേ ഉള്ളൂ. അതായത് ഞാൻ സിംഗിൾ പേരൻ്റാണ്. മേയർ പറഞ്ഞ പോലെ സിംഗിൾ പേരൻ്റാണ്. അപ്പോൾ അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മളെ ബുദ്ധിമുട്ട് ഇപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ എനിക്കേ അറിയാവുള്ളൂ, ഈ നാട്ടുകാർക്ക് അറിയാൻ പാടില്ല. അപ്പോൾ മേയറായാലും അവർക്ക് സുഖ സൗകര്യങ്ങളെല്ലാം ഉണ്ട്. സാമ്പത്തികപരമായിട്ടായാലും ഹസ്ബൻഡ് MLA ആണ്. അപ്പോൾ അവർക്ക് 2 പേർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം. എൻ്റെ അവസ്ഥ അതല്ല. അപ്പോൾ ഞാൻ അന്നേ
വിളിച്ച് ഇപ്പോൾ സച്ചിൻ ദേവൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അതിൽ പറയുന്നതെന്ന് വെച്ചാൽ ചെറിയ 5 മിനിറ്റത്തെ പ്രശ്നമേ ഉണ്ടായിരുന്നു. 5 മിനിറ്റത്തെ ഇല്ലായിരുന്നു, പട്ടം തൊട്ട് ഇങ്ങേറ്റം വരെ ഇവർ പ്രശ്നം തന്നെയായിരുന്നു. പാളയം സാഫല്യത്തിൻ്റെ അവിടെ വരെ ഇവർ പ്രശ്നം തന്നെയായിരുന്നു. ഇവർ നല്ല രീതിയിൽ തന്നെയാണ് എൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തതെന്ന് വെച്ചാൽ എന്നെ തന്തയ്ക്ക് വിളിക്കുകയും ഈ സച്ചിൻ ദേവ് ബസ്സിൻ്റെ അകത്ത് കയറിയെന്ന് യാത്രക്കാരനിൽ ഒരാളായിട്ടുള്ള ഒരാൾ നമ്മൾ ഫോട്ടോ എടുത്തപ്പോഴത്തേക്ക് ഡിലീറ്റ് ചെയ്യാൻ പറയുകയും ബസ്സിൻ്റെ അകത്ത് കയറി ബസ്സിലെ കണ്ണാടിയിൽ ഇടത് സൈഡിൽ ഹൈഡ്രോളിക് ഡോറിൽ വന്ന് കൈ മുറുക്കി ഇടിക്കുകയും കണ്ടക്ടർ പറഞ്ഞതിൻ്റെ ഇതിൽ ഞാൻ തുറന്നു കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അത് ഒന്നാമത്തെ ദിവസം. അത് കഴിഞ്ഞ് എൻ്റെ സാമ്പത്തികപരമായിട്ടുള്ളതെന്ന് വെച്ചാൽ ഇപ്പം എന്ന് വെച്ചാൽ അച്ഛൻ തയ്യൽ മെഷീൻ്റെ ബിസിനസ്സാണ്. അപ്പോൾ തയ്യൽ മെഷീൻ്റെ സ്പെയർ പാർട്സൊക്കെ ആരെങ്കിലും വാങ്ങിക്കാൻ വരണമെങ്കിൽ അതിൻ്റെ ഇതിലാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ല ഭയങ്കര പണക്കാരനൊന്നുമല്ല. പ്രൈവറ്റ് ബസ് ഓടിക്കൊണ്ടിരുന്ന് 2-3 പ്രാവശ്യം ഓടി സ്ഥിരമായിട്ട് ഒരു ബസ്സിൽ ഓടിക്കൊണ്ടിരുന്നപ്പം അതിനെ ടാർഗറ്റ് ചെയ്ത് പോലീസുകാരായാലും വെഹിക്കിളായാലും ടാർഗറ്റ് ചെയ്ത് ഞാൻ ഓടുന്ന വണ്ടിയെ പിടിപ്പിക്കുകയും എല്ലാ വണ്ടിയും കറക്റ്റ് സമയത്തല്ലല്ലോ ഓടുന്നത്, അതിൻ്റെ സമയത്തല്ല ഓടണം, മാറ്റിയും തിരിച്ചുമൊക്കെയാണ് ഓടുന്നത് കളക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് തന്നെ ടാർഗറ്റ് ചെയ്ത് പിടിക്കുകയും അങ്ങനെ മുതലാളിമാർ സ്ഥിരം ആ വണ്ടി തരാതിരിക്കുകയും ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ ഇപ്പോൾ പൂർണ്ണമായിട്ട് ജോലി ഇല്ലാതെ നിൽക്കുകയാണ്. ഇപ്പോൾ ജോലിയില്ല, സാമ്പത്തികമായിട്ടായാലും ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. ആദ്യം എന്നെ KSRTC ഇറക്കിയില്ലേ, ആ ഒരു ബുദ്ധിമുട്ടിലാണ് ഇപ്പോഴും ഞാൻ കണ്ടിന്യൂ ആയിട്ട് ഈ വാർത്തയ്ക്ക് ശേഷം ഒരു ജോലിയില്ലാത്ത അവസ്ഥയാണ്. അങ്ങനെ ആരും എന്നെ സപ്പോർട്ട് ചെയ്ത് BJPക്കാരോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ പോലും എന്നെ സപ്പോർട്ട് ചെയ്യാത്ത അവസ്ഥയാണ്. എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ പാർട്ടിയിലില്ല, ഒരു പാർട്ടിയിലും ഇല്ല. ഞാൻ ഉണ്ടായിരുന്ന പാർട്ടിയാണ് എന്നെ തള്ളി പറഞ്ഞതും. ഇപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ BJPക്കാരനാണ്. പിന്നെ എനിക്കെന്ത് പറയാൻ പറ്റും? എൻ്റെ കാർഡ് നിങ്ങൾക്ക് തന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ, ആ കാർഡ് കണ്ടിട്ട് മനസ്സിലായല്ലോ ഏത് പാർട്ടി എന്നുള്ളത്. അങ്ങനെ BJPക്കാരനായിരുന്നെങ്കിൽ എനിക്ക് ഇത് അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു, അവർ സപ്പോർട്ട് ചെയ്തേനെ. ഇപ്പം ഒരു പാർട്ടിക്കാരും സപ്പോർട്ടില്ല. പിന്നെ അവർക്ക് വേണ്ടിയിട്ട് ഒരു മേയർ അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഒരു കുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു അല്ലെങ്കിൽ അടിക്കാൻ വേണ്ടിയിട്ടൊരു വടിയായിട്ട് പ്രയോഗിക്കുന്നതല്ലാതെ എനിക്ക് അങ്ങനെ ആയിട്ട് ഒരു സാമ്പത്തിക ലാഭമോ അല്ല ജോലി തരാമെന്നോ ആരും പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ ഇപ്പോഴും ബുദ്ധിമുട്ടിലാണ്. പാവപ്പെട്ടവ എന്നും പാവപ്പെട്ടവൻ തന്നെയാണ്. 1-2 പ്രതികളെ കേസിൽ നിന്ന് മാറ്റി നിർത്തുക, അതുപോലെ തന്നെ തെളിവുകൾ നശിപ്പിക്കുക തുടങ്ങിയ ഒരുപാട് സംഭവങ്ങൾ ഈ കേസിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ ഇത് തന്നെ പറയാനുള്ളത് എനിക്ക്. അധികാരത്തിൻ്റെ ഇതിലിരിക്കുന്നവരെ ആ അധികാരവും രാഷ്ട്രീയപരമായിട്ടുള്ള സ്വാധീനവും കാരണമാണ് ഈ കേസ് ഇങ്ങനെ നീണ്ടു പോകുന്നത്. അടുത്തതും പാർട്ടി മാറ്റം വരണമെങ്കിൽ ഈ കേസ് മുമ്പോട്ട് പോകും. ഇപ്പം തന്നെ മേയർ ഇറങ്ങിയപ്പോൾ ചെറിയൊരു ഒരു മാറ്റമുണ്ട്. എന്നാൽ പോലും പാർട്ടി സപ്പോർട്ട് ചെയ്യും. എത്രത്തോളം ഈ പാർട്ടി അന്ന് ഇവർ ഇത്രയും തോന്നിയ കാണിച്ചിട്ട് പാർട്ടി അന്ന് ഇവരെ സപ്പോർട്ട് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഈ കോർപ്പറേഷൻ കയ്യിൽ നിന്ന് പോയത്. അപ്പോൾ അവർ സപ്പോർട്ട് ചെയ്യും തോറും അവർക്കത് നഷ്ടം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. മേയറിന്റെ അധികാരത്തിന്റെ ദുരുപയോഗമാണ് ഈ കോർപ്പറേഷൻ ഇലക്ഷന്റെ റിസൾട്ട് എന്ന് ചേട്ടൻ വിശ്വസിക്കുന്നു? അധികാര ദുർവിനിയോഗം തന്നെയാണ്. രാഷ്ട്രീയപരമായിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. എന്താ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തെറ്റെന്ന് പറഞ്ഞ് അവരെ മാറ്റി നിർത്തണം. അല്ലാതെ സപ്പോർട്ട് ചെയ്യും തോറും അത് പാർട്ടിക്കായാലും ഏതൊരു പാർട്ടിയിലായാലും ഇത് തന്നെ ഉണ്ടാകും. സപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് പാർട്ടിക്ക് മൊത്തത്തിൽ ചീത്ത പേരാണ് ഉണ്ടാകുന്നത്. ഈ കേസിന്റെ പുതിയ ലേറ്റസ്റ്റ് അപ്ഡേഷൻസ് എന്തൊക്കെയാണ്? 21/1/2026 നോട്ടീസ് കൊടുത്തായിരുന്നു. 2-3 ദിവസം മുമ്പ് പത്രത്തിലൊക്കെ വന്നതാണ്. നോട്ടീസ് വാർത്തയിൽ കൊടുത്തായിരുന്നു. ഈ 6 പ്രതികൾ, നേരത്തെ 5 പ്രതിയും ഉണ്ടായിരുന്നു. ഇപ്പോൾ കണ്ടക്ടർ മെമ്മറി കാർഡ് കാണുവാനില്ലാത്തതിൻ്റെ പേരിൽ കണ്ടക്ടറും കൂടെ പ്രതിയാണ്. 6 പ്രതികളുണ്ട്. ഈ 6 പ്രതികൾക്കും പോലീസിന് നോട്ടീസ് കോടതി കൊടുത്തായിരുന്നു. അപ്പോൾ ഈ 6 പ്രതികൾ 21/6 പ്രതികളോ അഡ്വക്കേറ്റോ അവരെ റെപ്രസെൻറ്റേറ്റീവ് ചെയ്തോ അഡ്വക്കേറ്റോ വരണമെന്നാണ്. അന്നേ അറിയാവുള്ളൂ കേസിൻ്റെ ബാക്കിയുള്ള മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാവുള്ളൂ. അപ്പോൾ എൻ്റെ അവസ്ഥ ഇതാണ്. ഇപ്പോൾ പട്ടിണിയും പരിവട്ടവും തന്നെ. ക്രിസ്മസ് കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിനായിരുന്നു. ഇപ്പോൾ ക്രിസ്മസിന് കൊച്ചിനൊരു കേക്ക് പോലും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്.